കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഇത്രയും മണ്ടന്മാരും പിണ്ണാക്ക് തലയന്മാരുമാണോ? അറിയാൻ വയ്യ ചോദിക്കുകയാണ്. ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെയും അധിക്ഷേപിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തനം ഇന്നലകളിൽ എന്തായിരുന്നു, അത് ഇന്നുകളിൽ അവർ നടത്തുന്ന അന്യൻ സിനിമയിലെ വിക്രമിൻ്റെ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പോലെ ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള സ്വഭാവ മാറ്റം പ്രകടമാക്കുന്ന ചിത്രത്തിൽ റെമോ ആയിട്ടും അന്യനായിട്ടൊക്കെ ഭാവപ്പകർച്ച നടത്തുന്നത് പോലെ ഇന്നലെ വരെ സീറ്റിന് വേണ്ടി AICCയിൽ പോയി പ്രശ്നമുണ്ടാക്കിയ പ്രകാശൻ ഇന്നിപ്പോൾ വന്ന് അടൂർ പ്രകാശായിട്ട് മറ്റൊരാളായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുച്ഛവും തോന്നുന്നില്ലേ? ഇന്നലകളിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക ഇത്രയും വൈകിപ്പിച്ചതും തൻ്റെ കൂടി ആവശ്യത്തിൻ്റെ പേരിൽ, തൻ്റെ അധികാരമോഹത്തിൻ്റെ പേരിൽ, തൻ്റെ കസേരമോഹത്തിൻ്റെ പേരിൽ അടൂർ പ്രകാശ് എന്ന വ്യക്തി ഡൽഹിയിൽ പോയിട്ട് സ്ഥാനാർത്ഥി നിർണയത്തെ ഇത്രയും കുട്ടിച്ചോറാക്കിയതിനു ശേഷം ഇന്ന് നേരം പുലർന്നപ്പോൾ മാധ്യമ മൈക്കിന് മുന്നിൽ വന്ന് ഇങ്ങനെ രണ്ട് വാചക കസർത്ത് നടത്തിയാൽ നിങ്ങൾ ഓക്കെ ആണോ? ഈ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. ഞങ്ങളുടെ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കാലതാമസം ഉണ്ടായി. ആ കാലതാമസം ഉണ്ടായത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ കാലതാമസമല്ല. ഞങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റേതായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ആ തീരുമാനങ്ങൾ എടുക്കുന്നതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പല ആളുകളും എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം താമസിക്കുന്നു എന്ന ഒരു ചോദ്യം പലപ്പോഴായി കേൾക്കുവാൻ ഇടയായി. അതിന് ഉള്ള മറുപടി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തയുള്ള, അണികളെക്കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്യുന്ന പ്രവർത്തനമാണോ? ഇന്നലകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി മത്സരിക്കാൻ എന്നുള്ള നിലയ്ക്ക് കേന്ദ്രത്തിനെതിരെ പോയി മോഡിക്കെതിരെ പോരാടാൻ വേണ്ടി ഉടവാളും ഉറയിലിട്ട് പോയവർ വായ്മൂടി കെട്ടിയിരുന്നതിന് ശേഷം നേരെ കേരള ഹൗസിൽ പോയി ചായയും വടയും കഴിച്ച് അലവൻസ് വാങ്ങി തിരിച്ചു വരുന്ന ആ പോരാളികൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴും ഈ നാട്ടിൽ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല, എനിക്കിവിടെ മത്സരിച്ചേ പറ്റൂ എന്ന രീതിയിൽ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന വ്യക്തികൾക്ക് ഈ പാർട്ടിയോട് എന്തെങ്കിലും കൂറുണ്ടോ? നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ. 10 വർഷം പുറത്തു നിന്നൊരു പാർട്ടി അധികാരത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുകയാണ്. ആ പ്രയത്നം നടത്തുന്ന സന്ദർഭങ്ങളിൽ അതിനെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി, അതിനെ മുഴുവൻ കുളമാക്കി, അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി തനിക്ക് സീറ്റ് കിട്ടിയേ പറ്റുള്ളൂ എന്ന തരത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കിയ വ്യക്തി ഇന്ന് രാവിലെ വന്ന് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അയാളെ നിങ്ങൾക്ക് സ്വീകാര്യനാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോനില ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് തരം മനോഭാവമാണിത്? നമ്മളോട്, നമ്മുടെ സംഘടനയോട് ഏറ്റവും വൃത്തികേട് കാണിക്കുന്നു, ഏറ്റവും ആക്രാന്തം മൂത്ത മനുഷ്യരെ പോലെ കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടിയതിനു ശേഷം രാവിലെ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇങ്ങനെ വന്ന് നിന്ന് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇയാളൊക്കെ മനുഷ്യനാണോ? ഒന്ന് ചിന്തിച്ചൂടെ? നിങ്ങളെ നയിക്കുന്നവർ ഇങ്ങനെയൊക്കെ ആയിരിക്കണമോ? അവരവരുടെ സീറ്റിനു വേണ്ടി ഇങ്ങനെ കടിപിടി കൂടുന്നവർ, അവിടെ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് ഇവിടെ വന്നാൽ പോലും നിങ്ങൾ ചോദ്യം ചെയ്യാൻ മാനസികാവസ്ഥയില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് തരം മനുഷ്യരാണ്? ഇന്നത്തെ കാലഘട്ടത്തിലും അടിമകളാണോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഉളുപ്പുമില്ലാത്ത ഈ പ്രതികരണം കാണുമ്പോൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്.